എത്ര സ്പൂൺ ഇട്ട്? 2 സ്പൂൺ. ആകെ പറയണം. സാധാ കടലി. പിന്നെ അരി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ അരി നമ്മള് അതാ തന്നെ നിങ്ങൾ വെക്കാൻ കയറുമ്പോ ആദ്യം ഈ പെണ്ണുങ്ങളെല്ലാം കൊടുക്കും. സ്റ്റൂള് പോവും. ക്യാരറ്റ്, കോളിഫ്ലവർ, ദെൻ ഇത് നമ്മൾ ക്യാപ്സിക്കം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാല സെറ്റ് ചെയ്യും. അതിനകത്ത് നമ്മളിത് ഊറ്റിയെടുത്ത ഡ്രൈ ചെയ്ത റൈസ് അതിലിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആള് എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. നോട്ടീസ് അല്ല, ഫ്ലെക്സ്. നമ്മളിങ്ങനെ ഇളക്കി അപ്പൊ ഗൈസ് നമ്മളിത് ഫ്രൈഡ് റൈസ് വെക്കാൻ പോവാണ്. എന്റെ കൂടെയുള്ള കോവർക്കർമാരായിരിക്കുന്നത്. ഒരാള് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതാണ് എന്തൊരു ബിരിയാണി നമ്മൾ വെക്കുന്നത്. ഇത് ഫ്രൈഡ് റൈസിൽ എന്നെ സഹായിക്കുന്ന കോവർക്കർ ഒന്ന്. രണ്ടാമത്തെ ആള് ഇത് ഇതിലുള്ള ഇൻഗ്രീഡിയന്റ് അല്ല, ജസ്റ്റ് കഴിക്കാൻ. ചിക്കൻ റെഡിയാക്കാം. സ്റ്റൂഡിയോ കയറി കിട്ടത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആള് സൽമത്താണ്. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കാം. ചിക്കൻ. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാൻ സ്റ്റാൻഡ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതൊക്കെ പൊടിയായിരുന്നു സൽമത്ത് പറയും. ഏതൊക്കെ പൊടിയെടുത്ത് ഞാൻ പൊടിയിട ഏതൊക്കെയാന്ന് പറയണം കേട്ടോ. അങ്ങനെ സൽമത്ത് വിശദാംശം കൂടാ അതിന്റെ. ആദ്യം നമ്മൾ ഇതിന്റെ പൊടി ഇടണം, അങ്ങനെ പറ. എത്ര സ്പൂൺ ഇട്ട്? 2 സ്പൂൺ. ആകെ പറയണം. എന്തൊരു പൊടിയാ? ഭയങ്കര തിരക്കല്ലേ. കാണാൻ പറ്റും. എല്ലാവരും ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഇതിപ്പോ എന്താ ഇത് ഒരു സ്വല്പം നമ്മൾ ഫ്രൈ ചെയ്യാനാണ്. അങ്ങനെ പറയരുത്, സ്വല്പം എന്ന് പറയരുത്. ആവശ്യത്തിന് വലിയ പോലെ പറയുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് പിടി. ഞാൻ ഇത് വെറുതെ പിടിച്ചേക്കില്ല. നീ അത് എന്നിട്ട് നമുക്ക് ഇനി ഇത് പിങ്ക് സോൾട്ട് ആണ്. ഇത് മാറിപ്പോയി കേട്ടോ. നമുക്ക് വേറെ എന്താ സോൾട്ടിന്റെ പ്രത്യേകത എന്തുവാ? ഞാൻ ഇവിടെ വന്നിട്ട് അതിനൊരു പ്രത്യേകത സോൾട്ട് ഉണ്ടെന്ന് എന്നെ എപ്പോഴും അറിയും. അത് എനിക്കും അറിയത്തില്ല വലുതായിട്ടോ. നമുക്ക് പിങ്ക് സോൾട്ട് മേടിച്ചു വെച്ചേക്കുന്നത് ഡയറ്റിന് നല്ല. പ്രത്യേകത എന്താ? ഇതെന്ന് പറയുന്നത്, ഈ ഉപ്പ് എന്ന് പറയുന്നത് സാധാ കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പ. മറ്റേന്ന് പറയുന്നത് ചാവ് കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പ. അറബി കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പ. അറബി കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പായനെ കൊണ്ടാണ് അതിന് പിങ്ക് കളർ. ഇത് സാധാ കടലിൽ. ആവശ്യത്തിന് ഉപ്പിട്ട നമുക്ക് ഇച്ചിരി ആവശ്യം കൂടിപ്പോയി. നിങ്ങൾക്ക് ആവശ്യമില്ല കൂടിപ്പോയത്, നിങ്ങൾക്ക് ആവേശം കൂടി. ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇട്ടത് ആ രശ്മിക മന്ദാനയുടെ ഷെയ്ഡ് ഇട്ട് അവരുടെ വെഡിങ്ങിലിട്ട് വൈറലാക്കിയതാണ്. രശ്മിക മന്ദാനയുടെ ലിപ് ഗ്ലോസ്. രശ്മിക മന്ദാന വൈറലാക്കിയ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. അടുക്കള പാചകം ചെയ്യുന്നതാ ലിപ്സ്റ്റിക് ഇട്ട്. ഞാൻ ഇൻസ്റ്റയില് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ ലിപ്സ്റ്റിക് ഇട്ടത്. ഞാൻ ഇട്ടത് കണ്ടിട്ട് പെണ്ണുമ്പളെ പറഞ്ഞു വിട്ട് ലിപ്സ്റ്റിക് ഇടിച്ചു. അതെന്താ പറയാത്ത. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്യാം. സെൽമത്ത് ഒരു കീറിയ ഗ്ലാസ് ഇട്ടിരിപ്പുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാം. അതുകൊണ്ട് സെൽമത്ത് മിക്സ് ചെയ്യുന്നില്ല. ഇത് ഗ്ലൗസ് വെച്ച് മിക്സ് ചെയ്യണമെന്നൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഉണ്ടായതുകൊണ്ട് കൈ യൂസ് ചെയ്യാം. ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മള് ഗ്ലൗസ് അത്രേ ഉള്ളൂ യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കേട് കിടക്കണം. കറക്റ്റ് ആണ്. ഇത് നമുക്കിത് മാറ്റി വെച്ചിട്ടല്ലേ ഇച്ചിരി മസാല അടിക്കാൻ വേണ്ടി ഇച്ചിരി നേരം ഫ്രിഡ്ജ് വെക്കണം. എന്തോ സംതിങ് ഉണ്ടല്ലോ ഇതിന്റെ മുഖം കൊണ്ട്. കുറച്ച് എരി കൂടിപ്പോയത്. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. ഞാൻ എരി കൂട്ടാത്തതുകൊണ്ട് കുറച്ച് തൊട്ട് നാക്കി വെച്ച് നോക്കേ. ചിലപ്പോ തെരി കൂട്ടും കേട്ടോ. അതുകൊണ്ട് രണ്ടാം വെച്ച് തൊട്ട് നാക്കി വെച്ചു. എരി എങ്ങനെയുണ്ട്?
എരിയൊക്കെ അന്നേരം ഇത് തൊട്ട് നോക്കി വേണ്ട ഉറപ്പാകും. അപ്പോൾ ഇത് ആവശ്യത്തിനേ ഉള്ളു. പിന്നെ ഫ്രൈഡ് റൈസ് അല്ലേ ഇപ്പൊ വരുമ്പോ ശരിയായിരുന്നു. അപ്പൊ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കുക്കിംഗ് പരിപാടി ചേർക്കാം. പിന്നെ അരി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ അരി നമ്മൾ കുറച്ച് മൈക്കില്ല, അതുകൊണ്ട് മൈക്കൊന്ന് കണക്ട് ചെയ്യാനുള്ള മടി കൊണ്ടല്ല വയ്യ, അതുകൊണ്ട്. അപ്പൊ 30 മിനിറ്റ് അരി കുതിർക്കാൻ വെക്കുന്നത്. ഇച്ചിരി തോനെ വേണമെങ്കിൽ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ വെച്ചിട്ട് 1 മണിക്കൂറായെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞേ. കുറച്ച് ബസ്മതി റൈസ് ഉപയോഗിക്കുന്ന നീളമുള്ള ഫ്രൈഡ് റൈസ് വെക്കുന്ന അരി അത്ര. ബസ്മതി റൈസ് നീളമുള്ള ബസ്മതി റൈസ് നീളം ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ അത്ര ഇല്ല അപ്പൊ അതിനുവേണ്ടി നിന്റെയൊക്കെ നാക്ക്. ഒരു സാധനം നിങ്ങൾ വെക്കാൻ കയറുമ്പോ ആദ്യം ഈ പെണ്ണുങ്ങളെല്ലാം കൊടുക്കുക. ആദ്യം അടുക്കളയിൽ എല്ലാം ഉണ്ടോന്ന് നോക്കുക. ഇതൊന്നുമില്ല. അപ്പൊ നമ്മളൊരു സാധനം കൂടെ വെളിച്ചെണ്ണ ഇല്ല, ഇപ്പൊ ഒരു കിലോ വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വന്ന് കാലെടുത്ത് അങ്ങോട്ട് പെരക്കാത്തോട്ട് വെക്കുമ്പോഴായിരിക്കും പറയുന്നത് മറ്റേതില്ല മറിച്ചതില്ല. ഓരോന്നോരോന്നായിട്ടാ പറയുന്നത്. സമാധാനത്തിലാ പറയുന്നത്. ഓരോന്നോരോന്നായിട്ടാ നിങ്ങൾ സാധനങ്ങൾ പറയുന്നത്. ഇത് വെക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് അടുക്കള നോക്കിക്കൂടെ? മണ്ടേറ്ററി അല്ല, ഫ്രൈഡ് റൈസ് വേണം. പിന്നെ ചോറ്, പിന്നെ ഒന്നാതെ പച്ചക്ക് കറി ഒന്നുമില്ല, പിന്നെ അതിന്റെ ഒരു ഇച്ചിരി ഫ്ലേവർ എങ്കിലും പിന്നെ പറയണ്ടേ. ഇപ്പൊ നമുക്ക് മാഗി ക്യൂബ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മാഗി ക്യൂബ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, മാഗി ക്യൂബ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് റൈസ് വെക്കാം. അരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരി ഇടുന്നതിന് മുമ്പ് വെള്ളം തിളപ്പിക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കാണുന്നവര് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ തിരുത്തത്തില്ലേ? ഞങ്ങൾ തിരുത്തും. കാണുന്നവർക്കും അതൊരു പാഠമായിരിക്കും. ഞങ്ങളെ പോലുള്ളവരെ കണ്ടു പഠിക്കാൻ പാടില്ല. നിങ്ങൾ വെക്കുന്ന പോലെ നിങ്ങൾ ആരും വെക്കരുത്. ഓക്കെ, നമ്മളെ ഒരു കൈ കണക്ക്. അരിയുടെ മണ്ടയിൽ വെള്ളം നിന്നാല് നമുക്ക് ഓക്കെയാണ്. നമുക്ക് അത് മതി. അങ്ങനെ വെക്കണം. അപ്പൊ അരി ആവുന്നുണ്ട്. നെയ്യ് വേണോ ഒലിവ് ഓയിൽ വെക്കണം? ഓക്കെ, അപ്പൊ നമുക്ക് നെയ്യ് എടുക്കാം. എന്നിട്ട് ഇടുന്ന എന്തിനാന്നറിയാവോ? ഇത് എന്തിനാ ഇടുന്നത്? അടിക്ക് പിടിക്കാതിരിക്കും. ചോറ് കട്ട പിടിക്കാതിരിക്കാൻ. ബിരിയാണിക്കാണെങ്കിലും നെച്ചോറിനാണെങ്കിലും നമ്മള് ചോറ് കട്ട പിടിക്കാതിരിക്കാനാണ്. ഓരോരുത്തരുടെ അളവനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു 5-6 പേർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. ഓക്കെ, ഇനി ഈ വെള്ളം തിളയ്ക്കണം. ഈ വെള്ളം തിളയ്ക്കുമ്പോ നമുക്ക് അരി ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. വെള്ളത്തിലാണ് നെയ്യിട്ട്. അരി തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അരിയല്ല തിളയ്ക്കുന്നത്, വെള്ളമാണ് തിളയ്ക്കുന്നത്. വീഴല്ലേ? അടച്ചു നിർത്തില്ല. തിളയ്ക്കുന്ന വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അരി ഇടുന്നതിന് മുമ്പ് നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇടാൻ മറന്നായിരുന്നു. കണ്ടപ്പോഴാ ഓർത്തത്. അല്ല, ഇത് തിളയ്ക്കുമ്പോ ഇതാവും. അങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം. ഇത് മറ്റേ ചിക്കൻ സ്റ്റോക്കിന്റെ ഫ്ലേവർ. ഇതിന്റെ വെജിറ്റബിൾ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ ഉണ്ട്, ഇത് ചിക്കൻ. ചിക്കൻ സ്റ്റോക്കിന്റെ ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിട്ട് ഇതിടുന്നതാണ്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിയില്ല. കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ബിസ്മി പറഞ്ഞിട്ട് കൊടുക്കാം. അല്ല, ഞാൻ കഴിക്കട്ടെ. നീ അനങ്ങത്തില്ല. സ്റ്റൂള് പോവും. നീളമില്ലാത്തോണ്ടൊന്നുമല്ല, ഇവരെ പോലുള്ളവരുടെ മുമ്പിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറച്ച് കാണിക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് മിക്സ് ചെയ്യുന്നുണ്ട്. അടപ്പ് തിരക്കി എടുത്തിട്ട് ഇത് അടച്ചു വെക്കാം. അപ്പൊ അടപ്പ് കണ്ടെത്തിയിട്ട് ഇതൊരു അടപ്പ് കണ്ടു. പക്ഷെ ഇവിടെ ഉണ്ട് അടപ്പ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 7 to 8 minutes 5 minutes അത്രയൊക്കെ വേവിച്ചാൽ മതി. വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് കം ഓൺ, ലെറ്റ്സ് സീ. ക്യാരറ്റ്, കോളിഫ്ലവർ, ദെൻ ഇത് നമ്മൾ ക്യാപ്സിക്കം. നിങ്ങൾക്ക് പല കളർ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. നമ്മൾ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു സവാള അല്ലേ, ഒരു സവാള ചോപ്പ് ചെയ്തത്. ദെൻ ബീൻസ്,
ഇത്രയാണ് സവാള അല്ല, അത് 2 സവാള. ബീൻസ് ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള സാധനം സ്പ്രിംഗ് ഒണിയൻ പോലുള്ള സ്പ്രിംഗ് ഒണിയൻ ആഡ് ചെയ്യാം. ഞാൻ താഴെ പോയി ചിക്കൻ നമുക്കുണ്ട്, ചിക്കൻ ആഡ് ചെയ്യാം. കല്ലുമണ്ണ് ആഡ് ചെയ്തത് ഇക്ക മാത്രം കഴിക്കുക, അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കും. ഇഷ്ടമുള്ള സാധനം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് അത്രേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടം ചേന വെട്ടി ഇടാൻ പറ്റും. അങ്ങനല്ല, ഫ്രൈഡ് റൈസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് മാറാത്ത രീതിയിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമ്മൾ അടപ്പ് കിട്ടിയിട്ടുണ്ട്. പറ്റിച്ചാണ് എടുക്കുന്നത്. നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. 2 രീതിയിൽ ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം വെജിറ്റബിളിലെ കൂടെ ആഡ് ചെയ്യാം. നമ്മള് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാല സെറ്റ് ചെയ്യും. അതിനകത്ത് നമ്മളിത് ഊറ്റിയെടുത്ത ഡ്രൈ ചെയ്ത റൈസ് അതിലിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി. പറയുന്ന ഞാനാണെങ്കിലും ഉണ്ടാക്കുന്ന വേറൊരാളാണ് ചിക്കൻ്റെ. നമ്മുടെ ഷെഫ്. നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ബിക്കോസ് നമ്മൾ ചൈനീസ് സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം യൂസ് ചെയ്യാൻ. അപ്പം എന്താ കോക്കനട്ട് ഓയിൽ അല്ല, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഗീയോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുവാ? സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ നോർമലി വീഡിയോ എടുക്കാൻ വിളിച്ചാലൊന്നും വരത്തില്ല. ഇപ്പൊ പെണ്ണുമ്പളയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അരി ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. അരി നമുക്കിപ്പോ നോക്കാം. ഏകദേശം തെറ്റായി വരുന്നുണ്ട്, എങ്കിലും കുറച്ചുകൂടി അത് വറ്റാനുണ്ട്. വറ്റാനല്ല, പറ്റാൻ. പറ്റാനുണ്ട്. അങ്ങനെ പറയുന്നത് വറ്റുകാന്നും പറയും. നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞോ, കാര്യം മനസ്സിലായാൽ മതി. അപ്പൊ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് എടുത്തോണ്ട് വരാം. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, വെജിറ്റബിൾസ് ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. നമ്മളെല്ലാം കഴിച്ചല്ലേ തിന്നുന്നത്. അതെ. അപ്പൊ നമുക്ക് അടുത്തത് ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് വേവുള്ളത്, അപ്പൊ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേവുള്ളത് ആദ്യം ഇടുന്നതായിരിക്കും ബെറ്റർ. എല്ലാവർക്കും അറിയായിരിക്കും എന്ന് കരുതുന്നു. സെൽമത്തിന് മാത്രം മയക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട സ്റ്റൂളി കയറിയില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്തോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയില് നമ്മൾ അതിന്റെ ഇൻസൈറ്റ് നോക്കിയപ്പോൾ 64% ആൾക്കാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും. ഇതുവെല്ലാം അറിയാമായിരുന്നോ? അതേ പറ്റിയുള്ള കാര്യങ്ങളൊന്നും. അപ്പം അതായത് കാണുന്ന ആൾക്കാരിൽ 50% കൂടുതൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പറയും. അതെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാരും കാണുന്നു. അപ്പൊ അത് നമുക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്. ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. നേരത്തെ വീഡിയോയിൽ പറയാത്തൊരു സാധനമുണ്ട്. ഇത് ഗ്രീൻ ബീൻസ് ആണ്, ഫ്രോസൺ ആണ്. അപ്പൊ ഇത് വാഷ് ചെയ്തിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. വെച്ച് തുറന്നപ്പോ ഓർത്തോണ്ട് നമ്മൾ ചേർത്തണം. അതെ, ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ക്യാബേജ്, ക്യാപ്സിക്കം, അപ്പൊ അത് രണ്ടും ചേർക്കാം. മുട്ട വേണമെന്നല്ലേ പറഞ്ഞാൽ മുട്ട വേണം. അപ്പൊ നമുക്ക് മുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് മുട്ട റെഡിയാക്കാം. ക്യാരറ്റ്. ഇത് നമ്മൾ 3 പേരല്ലാതെ വേറൊരാളുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്ന ഒരാളും കൂടെ ഉണ്ട്. ആളുടെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ വരാറില്ല. വീഡിയോയിൽ വരാത്ത ഒരാളും കുറച്ച് ഷൈ ആണ്. ഒരുപാട് ആളോ വെജിറ്റബിൾസ് കൂടി പോയത് ആവശ്യമില്ല. ഇതിപ്പോ റൈസ് ഇടുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞ ആ ആള് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ വീഡിയോയുടെ മുമ്പിൽ വരുമല്ല കേട്ടോ. നമ്മൾ പറയുന്നതായിട്ടുണ്ടാവും തോന്നുന്നു. എന്റെ ഒരു കൈക്കില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആള് എന്തെങ്കിലും ചെയ്തതായിരിക്കും. എറിഞ്ഞതാണ്. കഴിയാറാകുന്നു. ഗൈസ്, ഞങ്ങളെ ഉപേക്ഷിച്ച് പോയ ആള് എത്തിയിട്ടുണ്ട്. മുൻപായിരുന്നു ആരുമായിട്ടായിരുന്നു ഫോണിൽ സംസാരം.
ഫോണില്ല ആ ഞാനാ ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. നോട്ടീസല്ല ഫ്ലെക്സ് ഞങ്ങള് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോണിലെ എന്തോ ഗൈസ് എല്ലാം കഴിഞ്ഞപ്പോ തിന്നാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം അതിന്റേതായ രീതിക്ക് ചെയ്ത് അവര് കണ്ടു ആരാ ഇതൊക്കെ ചെയ്തേ. ഡോണ്ട് മിസ് ഫുൾ വീഡിയോ. വാച്ച് ഫുൾ വീഡിയോ അപ്പൊ മനസ്സിലാവും ആരാ ചെയ്തത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും. വീഡിയോ ഓൺ ആക്കിയപ്പോ ഒരാള് മുമ്പിൽ കേറിയിട്ടുണ്ട്. വീഡിയോ ആക്കിയപ്പോഴാണ് ആര് ചെയ്തത്. നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇവരെയൊക്കെ നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ മാത്രം വിളിക്കണം. അപ്പൊ എന്തോ ചെയ്യും, ഞാൻ ഉണ്ടാക്കി. വേറൊരു വീഡിയോ കൂടി വഴിയെ വരുന്നുണ്ട്. ഞാൻ വേവിച്ച് കൊടുത്തത് പോലെ ഞാൻ ഇനി പാത്രോടെ കഴിയണം. അല്ല ഇതിന് ചോറ് അതെനിക്കറിയാം. ഇത് ചോറി തട്ടണം. അങ്ങനെയാണല്ലോ ചെയ്യണ്ടല്ലോ. അപ്പൊ റൈസ് നമ്മൾ ഓൾറെഡി വേവിച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മിക്സിംഗ് പരിപാടി ചെയ്താൽ മാത്രം മതി. ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. എന്തെങ്കിലും സിനിമയിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അറിയിക്കുക. ശരിയാണ്. അപ്പൊ ഏതെങ്കിലും സിനിമയിൽ ഊമ പെണ്ണിന് ഉരിയാടപ്പ അതുപോലുള്ള മൂവി വരുവാണെങ്കിൽ എല്ലാം കറക്കാം. എന്നാ പറയാ അവ പ്രതിമയിലാണ് നിൽക്കുന്നത്. ബിരിയാണിയാണ് അന്നാസ് അൽ നിഹാസ് പോലെ അതല്ലേ പറയേണ്ടിയിരുന്നത്. ഇതിന്റെ സഹായം തേടാം. ഇതിന്റെ സഹായം എന്ത് അവിടെ അനങ്ങാതിരിക്കുന്നുണ്ട്. ചോറ് ചെയ്യാൻ പറ്റില്ല. ഇല്ല അത് കറക്റ്റാണ്. ഞങ്ങൾ പരിവായപ്പോ ഓഫ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ഇട്ട അന്നാക്ക ഞങ്ങളത് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് 64% ആൾക്കാർ കണ്ടിരിക്കുന്നത്. അതിനെതിരെ എന്താ പറയാനുള്ളത്? അതിനെതിരെ നമ്മൾ സമരം ചെയ്യണം. പാവപ്പെട്ടവര് നമ്മള് ഇവരെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ദയവ് ചെയ്ത് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കും. വർഷങ്ങളായിട്ട് ഇവര് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ എവിടെ എത്തുന്നില്ല. ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പ്രശ്നമാണല്ലോ പ്രശ്നകാരിയാണ്. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കാലുവാരി അങ്ങനെയൊക്കെ 10 റീച്ച് ഇട്ടിട്ട് പണ്ടൊക്കെ 10 പൈസ ഇട്ടിട്ടെന്നായിരുന്നു പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇതാ 10 റീച്ച് ഇട്ടിട്ട്. ഇവിടെ അടുക്കള AC ഇല്ലാത്തത് നല്ല ചൂടുണ്ട്. പിന്നെ എല്ലാരും അടുക്കള AC ഉണ്ടോ? പിന്നെ പണത്തി കേട്ടാൽ ഇയാൾ AC ഉള്ള അടുക്കളയെന്നാ വന്നത്. എന്തോ ഇത് കുപ്പി പ്ലേറ്റ് കുഴഞ്ഞു പോവാ. അതല്ല പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ ചിക്കൻ കുറവാണ്. എനിക്ക് അതേയുള്ള ആകെ ഒരു പരിമളം. പിന്നെ പരിമളം അല്ല, സുബൈദ പരിമളം കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയി. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മണം കേട്ടാൽ അറിയാം. ശമ്പത്ത് നോക്കിയുണ്ട്. അതെ, അതെന്റെ ഒരു സംശയം. ഈ മണം നമ്മൾ എങ്ങനെ കേൾക്കും? മണം കേൾക്കൂല. മണം നമ്മള് അതിന്റെ മലയാളം എന്തുവാ? എന്തോ അതിന്റെ മലയാളം? അല്ല, നമ്മളത് ശ്വസിക്കുക. മണവും കൂടി നമ്മള് നമ്മുടെ മൂക്കിലൂടെ ശ്വസിക്കുക ചെയ്യുന്നത്. എല്ലാരും മണം കേട്ടു അത് നമ്മുടെ ലാംഗ്വേജ് അങ്ങനെ ആയോണ്ട് അത് നമുക്ക് ഇത് കുറച്ച് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നെങ്കിൽ എനിക്ക് വരട്ടെ. അങ്ങനെ വരത്തില്ല. കാര്യം ഞാൻ വെച്ചേ അത് തന്നെ ഞാൻ വെച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കുന്നത്. നോക്കിയില്ലല്ലോ വെച്ചേ. നേരെ ക്യാമറയുടെ എക്സ്പ്രഷൻ ഫുൾ കിട്ടണം. കൊള്ളാം. എന്തെങ്കിലും കുറവുണ്ടോ?
എല്ലാം കൂടുതലാ. ഓക്കെ മതി മതി, എല്ലാം കറക്റ്റാ. അപ്പൊ നമ്മൾ സക്സസ് ആയിരിക്കുന്നു. നമ്മള് ഫ്രൈഡ് റൈസ് വെച്ചിട്ട് സ്റ്റൂഡിയോ കയറി ഇരിക്കണം. ഫ്രൈഡ് റൈസ് വെച്ചതിന്റെ അവശിഷ്ടങ്ങൾ. അപ്പൊ ഇതൊക്കെ ആരായിരിക്കും? നെക്സ്റ്റ് വീഡിയോ സ്റ്റേ ട്യൂൺ പാർട്ട് 2. ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉടനെ എത്തും. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഇടുന്ന വീഡിയോസിന് 10K വ്യൂസ് കിട്ടിയാലേ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. 10K കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ വേണ്ടപ്പോ അതാ ഇവക്ക് എന്നെ പറഞ്ഞു വിടണം, ഇവക്ക് എന്നെ ഒഴിവാക്കണം കേട്ടല്ലോ. ചെയ്തൊക്കെ ചുമ്മാതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് തിന്നാം. നമുക്ക് തിന്നാം. വീഡിയോ വിശക്കുന്നു. വിശക്കുന്നു. ഓക്കെ, ബൈ 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 ബൈ.